ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഖിയാമത്ത് നാളായി കഴിയുമ്പോൾ നമ്മളെ മറമാടിയ ഖബറിൽ നിന്ന് അള്ളാഹുവിന്റെ പരലോകത്തേക്ക് ഒരുമിച്ച് കൂടാൻ കടന്നു വരുമല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടുന്ന നാഥന്റെ പരലോകത്തേക്ക്, നാഥന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ 3 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുത്ത് നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 3 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ മാലാഖമാർ മുസാഫഹത്ത് ചെയ്യുന്നതാണ്. അവർക്ക് പിന്നെ സങ്കടങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, വല്ലാത്ത സന്തോഷമാണ്. ആരാണ് നബിയെ മുസാഫഹത്ത് ലഭിക്കുന്ന 3 വിഭാഗമാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒന്നാമത്തേത് അശ്ശുഹദാ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കളാണ്. രണ്ടാമത്തേത് വൽഖായിമൂന ശഹ്റ റമളാൻ, റമളാനിൽ രാത്രി നിസ്കരിക്കുന്നവനാണ്. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? വസ്വായിമൂന യൗമ അറഫ, പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നവരാണ്. ഈ 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ മുസാഫഹത്ത് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം